അടുത്തിടെ ആസിഫ് അലി അഭിനയിച്ച സിനിമകൾ നോക്കിയാൽ ഒരുപോലെ മാസീവ് റെസ്പോൺസ് ആണ് കിട്ടുന്നത്. അതിന്റെ കാരണമെന്താ എന്ന് ചോദിച്ചാൽ വലിപ്പമുള്ള സെറ്റിംഗുകളോ ആക്ഷൻ സീക്വൻസുകളോ അല്ല, പറയുന്ന കോണ്ടന്റും അതിനെ അവതരിപ്പിക്കുന്ന രീതിയുമാണ് കൂടുതൽ ഇംപ്രസ്യൻ ചെയ്യുന്നത്. ഇപ്പോഴത്തെ പുതിയ പരീക്ഷണമാണ് ആഭ്യന്തര കുറ്റവാളി. ഓൾറെഡി ട്രെയിലറിൽ പോലും ഒരു ഹിന്റ് കൊടുത്തിരുന്നു. സ്ത്രീ സംരക്ഷണ നിയമം ചിലപ്പോൾ ദുരുപയോഗം ചെയ്യപ്പെടും എന്ന എംഗിളിൽ ഒരുപാട് പറയാനുണ്ട് ഈ സിനിമയ്ക്ക്. ആസിഫ് ഇവിടെ സാധാരണ ഒരു മിഡിൽ ക്ലാസ് ക്ലർക്ക് ആയ സഹദേവനായി എത്തുന്നു. ഭാര്യ നയന കഴിഞ്ഞു കെട്ടിയാലോ, അതെന്താ ജീവിതം താളം തെറ്റുന്നത് തുടങ്ങി പോരായ്മകൾ വലിയ കോർട്ട് കേസ് വരെയായി പോകുന്നു. ഇതുവരെ ഒരുപാട് ഇമോഷണൽ റോൾസ് നമ്മളെ കാണിച്ച ആസിഫ് ഈ സിനിമയിലും അതേ ഡീപ് എക്സ്പ്രസീവ് ഉണ്ടാണ്. ആഖ്യാനത്തിൽ ആദ്യം മുതൽ അവസാനം വരെ ഉള്ള അത്രയും ഇമോഷണൽ ഹൈസ് ആൻഡ് ലോസ് ആസിഫ് നേരത്തെ തന്നെ നന്നായി കാര്യം ചെയ്തിട്ടുണ്ട്. ഈ സിനിമയും അതിന് ഒഴിവല്ല. നയനയായി തുളസി പൊളിക്കുകയാണ്. ആസിഫിന്റെ പെർഫോമൻസിനെ ബാലൻസ് ചെയ്യേണ്ട അതിലൂന്നിയ പാട് കഥാപാത്രമാണ് അവളത്. ആൻഡ് ട്രസ്റ്റ് മീ, അവൾ അതിൽ പൂർണ്ണമായും ഷൈൻ ചെയ്യുന്നു. ഡിറക്ഷൻ വശത്തുനിന്നും സിദ്ധാർത്ഥ് പത്മകുമാറിന് വലിയ അപ്രീഷിയേഷൻ വേണം. ഒരുപാട് സീരിയസ് വിഷയം, അതും ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് മിസ്യൂസ് എന്നതുപോലുള്ള ഒരു മാറ്റർ അത്ര സെൻസിറ്റീവ് ആയതെങ്കിലും സാരം പറഞ്ഞുകൊണ്ടാണ് ഓരോ സീനും പോയത്. ലക്ഷ്യ പോലെ തോന്നിക്കുന്ന ഒരു മൂവി ആക്കിയില്ല. സൈഡ് ക്യാരക്ടേഴ്സ് ആസിഫിന്റെ കൂട്ടുകാരായി വന്ന അസീസ് നെടുമങ്ങാട്, ആനന്ദ് മന്മഥൻ ഇവരും സപ്പോർട്ട് റോളിൽ നല്ല ഷൈൻ കാണിച്ചു. അച്ഛനായി ബാലചന്ദ്രൻ ചുള്ളിക്കാടും അമ്മയായി നീരജ രാജേന്ദ്രനും. ഓൾ ഇൻ ഓൾ ഒരു ഫീൽ ഗുഡ് ഇമോഷണൽ ഡെപ്ത് ഉള്ള ഫാമിലി ഡ്രാമ ആണ് ഈ സിനിമ. സീരിയസ് മാറ്റർ ആയാലും വ്യൂവേഴ്സിനെ ബോർ ആക്കാതെ അതിന്റെ സോൾ ടച്ച് ചെയ്താണ് സിനിമ പറയുന്നത്. കൂടുതൽ പറഞ്ഞാലും പോരാ, ആഭ്യന്തര കുറ്റവാളി ഫാമിലി ഓഡിയൻസിനെ തിയേറ്ററിൽ പിടിച്ചു നിർത്തുന്ന കൈൻഡ് ഓഫ് സിനിമ ആണിത്. ആസിഫിന്റെ പെർഫോമൻസ് കയ്യടി നേടി. സ്ക്രീൻ പ്ലേയിനും ഡിറക്ഷനും ഡിസർവിംഗ് ക്രെഡിറ്റ് കിട്ടുന്ന മസ്റ്റ് വാച്ച് ലിസ്റ്റിൽ പോകേണ്ട സിനിമ.